ഗൂഗിൾ പിക്സൽ 3XL എങ്ങനെ ഫോർമാറ്റ് ആക്കാം, ഫാക്ടറി റീസെറ്റ് എങ്ങനെ ആക്കാം. അപ്പോൾ ഗൂഗിളിൻ്റെ ഫോൺ നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റിങ്സ് ഓപ്പൺ ആക്കണം. അതിനുശേഷം കുറച്ച് താഴോട്ട് നീക്കിയിട്ട് ഇവിടെ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക. അഡ്വാൻസ്ഡ് അതിൽ ക്ലിക്ക് ചെയ്യാം. റീസെറ്റ് ഓപ്ഷൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. അതിനകത്ത് എറേസ് ഓൾ ഡാറ്റ ഫാക്ടറി റീസെറ്റ് എന്നുള്ള ആ ലാസ്റ്റത്തെ താഴത്തുള്ളത് ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ അകത്ത് എറേസ് ഓൾ ഡാറ്റ എന്നുള്ളതിലും ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് ഫോർമാറ്റ് ആവാനുള്ള ഇത് ആവുള്ളൂ. പിന്നെയും എറേസ് ഓൾ ഡാറ്റ എന്നുള്ളതിലും ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ കൊടുക്കുക. ഫാക്ടറി റീസെറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അതിലും ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ അതുപോലെ റീസ്റ്റാർട്ടിങ് എന്നിങ്ങനെ കാണിക്കും. അതിനുശേഷം ഉള്ളത് കുറച്ച് ടൈം പിടിക്കും. പിന്നുള്ളത് ഒന്ന് പൂർത്തിയാവാനൊക്കെ പുതിയൊരു മൊബൈൽ ആയിട്ട് ഫോർമാറ്റ് ആയിട്ട് പുതിയ മൊബൈലായിട്ട് വരും. എല്ലാം മൊത്തത്തിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ അത് ഇങ്ങനെ ഗൂഗിളിൽ നിന്ന് എഴുതിങ്ങാണ്ടാണ് വരുന്നത്. ഗൂഗിളിൻ്റെ ഫോൺ ആയതുകൊണ്ട് ഗൂഗിളിൽ പവർ ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതിങ്ങാണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോർമാറ്റ് ആക്കൽ കഴിഞ്ഞ് പെട്ടെന്നായിരുന്നു ഗൂഗിളിൻ്റെ ഫോണ് ഫോർമാറ്റ് ആവൽ പെട്ടെന്നായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണത്, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് വെക്കുക. അതിനുശേഷം സെറ്റപ്പ് ഓഫ്ലൈൻ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. ഒന്ന് ലോഡിങ് ആവും. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. പിന്നെ മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എക്സെറ്റ് കൊടുക്കുക. പിന്നെ നിങ്ങൾ ലോക്ക് സ്ക്രീന് പിന്നെ കൊടുക്കാനാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ ഇവിടെ സ്കിപ്പ് അടിക്കാം. സ്കിപ്പ് കൊടുത്ത് പിന്നെയും സ്കിപ്പ് അടിക്കാം. പിന്നെ സ്കിപ്പ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഗൂഗിൾ പിക്സൽ ഓണായി വന്നിട്ടുണ്ടാവും സ്ക്രീനിലോട്ട്. ഫോർമാറ്റൊക്കെ ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് മൊബൈൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ നെറ്റൊക്കെ ഓണാക്കി പ്ലേ സ്റ്റോറോ സൈനിങ് ഒക്കെ ചെയ്ത് ക്ലിയർ ആക്കാവുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഫോർമാറ്റ് ആക്കൽ. ഓക്കെ. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.